ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് ഫിക്ഷനിലെ എവലീൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഐറിഷ് റൈറ്റർ ജെയിംസ് ജോയ്സ് എഴുതിയിട്ടൊരു ഷോർട്ട് സ്റ്റോറിയാണ്. കാമുകനോടൊപ്പം ഒളിച്ചോടി പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക സംഘർഷങ്ങളാണ് ഈ കഥയ്ക്കകത്ത് വരുന്നത്. നമ്മളിവിടെ ഈ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സിമ്പിൾ സമ്മറിയും ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള കംപ്ലീറ്റ് നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. പാർട്ട് 1, എവലിൻസ് റിഫ്ലക്ഷൻ. എവലിൻ ഹിൽ സിറ്റ്സ് അറ്റ് ഹെർ വിൻഡോ ഫീലിംഗ് ടയേർഡ് ആൻഡ് നൊസ്റ്റാൾജിക്. കഥ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എവലിൻ എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ അവളുടെ റൂമിനകത്ത് ജനലിനരികിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, നൊസ്റ്റാൾജിക് ആയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഷീ വാച്ചസ് ദി ഈവനിങ് ടേക്ക് ഓവർ ദി അവന്യൂ ആൻഡ് റിഫ്ലക്ട്സ് ഓൺ ഹെർ പാസ്റ്റ്, particularly her childhood memories of playing in a field that has since been replaced by new houses. അപ്പോൾ വൈകുന്നേരമായിട്ട് സമയം, ആ ഒരു സന്ധ്യാസമയത്തെ കാഴ്ചകളാണ് അവൾ ഈ ജനലിനുള്ളിലൂടെ നോക്കി കാണുന്നത്. അവൾ ചിന്തിക്കുന്നത് കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവിടെയുള്ളൊരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു പാടത്ത് അല്ലെങ്കിൽ വയലിൽ കളിച്ചിരുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ മാറ്റം വന്നിട്ട് ആ വയലിൽ നിന്നൊരു സ്ഥലത്തൊക്കെ ഇപ്പോൾ വീടുകളാണുള്ളത്. ആ രീതിയിൽ അവളുടെ സന്തോഷം നിറഞ്ഞ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ് അവൾ ഓർക്കുന്നത്. ഷി റീകോൾസ് ദ ഹാപ്പിയർ ടൈംസ് വെൻ ഹെർ ഫാമിലി വാസ് മോർ ഇൻടാക്ട് വിത്ത് ഹെർ മദർ അലൈവ് ആൻഡ് ഹെർ ഫാദർ വാസ് ലെസ് ഹാർഷ്. അപ്പോൾ അവൾ ചിന്തിക്കുമ്പോൾ കുട്ടിക്കാലത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ അമ്മ അന്ന് ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ അവളുടെ അമ്മ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ അന്ന് അത്ര ഹാർഷായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദേഷ്യക്കാരനൊക്കെ ആയിട്ടുള്ള പെരുമാറ്റമുള്ള ഒരാളാണ് അവളുടെ അച്ഛൻ എന്നുള്ള കാര്യം നമ്മളോട് മനസ്സിലാക്കുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം അവൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ സന്തോഷകരമായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച്, നല്ലൊരു ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് അവൾ അവിടെ ചിന്തിക്കുന്നത്. ദ ചേഞ്ചസ് ഇൻ ഹെർ ലൈഫ് ആൻഡ് സറൗണ്ടിങ്സ് ഹൈലൈറ്റ് ഹെർ സെൻസ് ഓഫ് ലോസ് ആൻഡ് ലോങ്ങിങ് ഫോർ ദ പാസ്റ്റ്. ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. അമ്മ അവളുടെ കൂടെയില്ല, അമ്മ മരിച്ചു പോയിരിക്കുന്നു. അച്ഛനാണെങ്കിൽ വളരെ ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. ആ കുട്ടിക്കാലത്തെ സന്തോഷങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതായി. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ നിറഞ്ഞ ഫീലിങ്സിലാണ് അവൾ അവിടെ ഇരിക്കുന്നത്. പാർട്ട് 2, കണ്ടംപ്ലേഷൻ ഓഫ് ലീവിംഗ് ഹോം. എവലിൻ ലുക്സ് അറൌണ്ട് ഹെർ ഫെമിലിയർ റൂം കണ്ടംപ്ലേറ്റിംഗ് ഹെർ ഡിസിഷൻ ടു ലീവ് ഹോം. അപ്പോൾ അവൾ അവളുടെ റൂമിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇനി ഒരിക്കലും ഇത് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവൾ നോക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾ വീട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഷി ഹാസ് അഗ്രീഡ് ടു ഗോ അവേ വിത്ത് ഫ്രാങ്ക്, എ സെയിലർ, ടു ബ്യൂണസ് ഐറസ്. അവളുടെ കാമുകനായിട്ടുള്ള ഫ്രാങ്ക് എന്ന പേരുള്ള ഒരു നാവികന്റെ കൂടെ ബ്യൂണസ് ഐറസിലേക്ക്, അർജന്റീനയിലെ ഒരു നഗരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനിച്ചിട്ടുണ്ട്. As she thinks about her current life, she weighs the comfort and familiarity of home against a potential new life with Frank. അപ്പോൾ ഈ വീട് വിട്ട് പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ആശയക്കുഴപ്പത്തിലാണ് അവളുള്ളത്. ഒരു വശത്ത് ഈ വീട് എന്ന് പറയുന്നതും നാടെന്ന് പറയുന്നതും അവൾക്ക് പരിചിതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറുവശത്ത് അവൾക്ക് അറിയാത്ത സ്ഥലത്തേക്ക്, അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും അവൾ ആലോചിക്കുന്നുണ്ട്. She acknowledges the hardship she faces, including her father's violent tendencies and the burdens of managing the household, but she also recognizes the security and familiarity it provides. അപ്പോൾ അവൾക്ക് രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടി വരുന്നത്. ഒന്ന്, അവളുടെ സാഹചര്യം. അച്ഛൻ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളാണ്, വീട്ടിൽ പൈസ ഒന്നും കൊടുക്കുന്നില്ല, അവൾ ഒരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അതുകൂടാതെ ഈ ഒരു അരക്ഷിതാവസ്ഥ അവൾക്കുണ്ട്. അമ്മയില്ല, സഹോദരൻ നാട്ടിലില്ല, ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്താണ്. അങ്ങനെയുള്ള അവളുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ടും അതിൽ നിന്നുള്ളൊരു മോചനം എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവൾക്കിത് പരിചിതമായിട്ടുള്ള സ്ഥലം, പരിചിതമായിട്ടുള്ള ആളുകൾ എന്നുള്ളൊരു സുരക്ഷിത ബോധമുണ്ട്. അത് വിട്ടുപോവുക എന്നതിൻ്റെ ഒരു പ്രയാസവും അവൾ ചിന്തിക്കുന്നുണ്ട്. പാർട്ട് 3, മെമ്മറീസ് ഓഫ് ഫ്രാങ്ക്. എവലിൻ റീകോൾസ് എ റിലേഷൻഷിപ്പ് വിത്ത് ഫ്രാങ്ക്. അതിനുശേഷം അവൾ അവളുടെ കാമുകനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഷി റിമെമ്പേഴ്സ് ദി എക്സൈറ്റ്മെന്റ് ഓഫ് ദെയർ കോഡ്ഷിപ്പ്, ദെയർ സീക്രട്ട് മീറ്റിംഗ്സ് ആൻഡ് ഹിസ് സ്റ്റോറീസ് ഓഫ് ഡിസ്റ്റന്റ് പ്ലേസസ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് കണ്ട ഒരു സംഭവത്തെ കുറിച്ചിട്ടും, അയാളുടെ ഗേറ്റിനരികിൽ ഒരു തൊപ്പി വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അയാളെ കണ്ടതെന്ന് അവൾ ഓർക്കുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ഈ സംഭാഷണങ്ങളെ കുറിച്ചിട്ടും മറ്റൊക്കെ ഓർക്കുന്നുണ്ട്. ഇയാളൊരു നാവികനായിരുന്നു എന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ആളാണ്. അങ്ങനെ പല സ്ഥലങ്ങളുടെ കഥകളൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന കാര്യം, അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് നാടകം കാണാൻ പോയിട്ടുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൾ ഓർക്കുകയാണ്.
Frank represents a chance for a new life filled with respect and love, contrasting sharply with her current struggles. അപ്പോൾ ഫ്രാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അവളുടെ നിലവിലുള്ള ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് അവൾ കാണുന്നത്. കാരണം ഇവിടെ അവൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്. അതിൽ നിന്ന് കുറച്ചുകൂടി ബഹുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം, സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം എന്നുള്ള പ്രതീക്ഷയാണ് അവൾക്ക് ഫ്രാങ്കിലുള്ളത്. However, her father's disapproval of Frank, based on his distrust of sailors, complicates their relationship, forcing them to meet secretly. പിന്നെ ഇവർ ആദ്യമൊക്കെ പരസ്യമായിട്ടാണ് പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇവളുടെ ഫാദർ ഇത് അറിഞ്ഞ സമയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ ഹാർഷായിട്ട് പെരുമാറുന്ന ആളാന്നുള്ളത്, ഇനി അയാളെ കാണരുത് എന്നുള്ള രീതിയിലൊക്കെ ഫാദർ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് സെയിലേഴ്സ് എന്ന് പറയുന്നത് നാവികർ പല നാടുകളിൽ പോകുന്ന ആളുകളാണ്, അവരിൽ നിന്നും യഥാർത്ഥ സ്വഭാവം നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഫാദർ പറയുന്നത്. അത് കാരണം കൊണ്ട് പിന്നീട് അവൾക്ക് രഹസ്യമായിട്ടാണ് ഫ്രാങ്കിനെ കാണേണ്ടി വരുന്നത്. അങ്ങനെ ഈ ഫ്രാങ്കുമായിട്ടുണ്ടായിട്ടുള്ള ഈ സന്ദർഭങ്ങളും നിമിഷങ്ങളും ഒക്കെ അവൾ ഓർക്കുകയാണ്. പാർട്ട് 4. The promise to her mother. As Evelyn sits by the window, a street organ plays a familiar tune that reminds her of the promise she made to her dying mother to keep the home together as long as possible. അങ്ങനെ അവൾ ഇരിക്കുകയാണ് ആലോചിച്ചുകൊണ്ട്. വൈകുന്നേരത്താണ് പോകാൻ വേണ്ടി തീരുമാനിച്ചത്, സമയമായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഒരു ഓർഗൻ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഒരാളിങ്ങനെ വായിച്ചു പോകുന്നത് അവൾ കേൾക്കുന്നത്. അവൾക്ക് പരിചിതമായിട്ടുള്ളൊരു ട്യൂണാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ആ ട്യൂൺ കേൾക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ അമ്മയെയും അവളുടെ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. അവളുടെ അമ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത്, ഈ വീട് നീ നോക്കണം, നിനക്ക് കഴിയുന്നത്ര കാലം വീട് നന്നായി നോക്കണം എന്നുള്ളൊരു കാര്യമാണ് അവളുടെ അമ്മ പറഞ്ഞിരുന്നത്. ആ പ്രോമിസാണ് അവൾ അമ്മയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീട് വിട്ടു പോവുക എന്നുള്ള കാര്യം വരുമ്പോൾ ആ ഒരു പ്രോമിസിനെ കുറിച്ചിട്ട് അവൾ ഓർക്കുന്നു. ഷീ റീകോൾസ് ഹർ മദേഴ്സ് ലൈഫ് ഓഫ് സാക്രിഫൈസസ് ആൻഡ് ഇവഞ്ച്വൽ ഡിസെന്റ് ഇൻ ടു മാഡ്നസ്. അവളുടെ അമ്മയും ഇതുപോലെ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച മക്കൾക്ക് വേണ്ടിയും ഒരുപാട് പ്രയാസപ്പെട്ടൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ്. അവസാനം അവൾക്ക് അസുഖം ബാധിക്കുകയും ഏറെക്കുറെ ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നുകൊണ്ടാണ് അവളുടെ അമ്മ മരിക്കുന്നത്. ദിസ് മെമ്മറി evokes a sense of duty and fear, making her question her decision to leave. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യവും അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൂടി ഓർക്കുന്ന സമയത്ത് വീണ്ടും അവൾക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാവുന്നു. പാർട്ട് 5. The final decision. ഇനി കഥയുടെ അവസാനം നമ്മൾ കാണുന്നത്, അറ്റ് ദ സ്റ്റേഷൻ എവലിൻ ഈസ് ഓവർവെൽംഡ് ബൈ ദ റിയാലിറ്റി ഓഫ് ലിവിങ് വിത്ത് ഫ്രാങ്ക്. അപ്പോൾ ഇതുവരെ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഫ്രാങ്കിന്റെ കൂടെ പോകും എന്നുള്ളതാണ്. അവൾക്ക് അതിനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ ഒരു നിമിഷം എത്തിയ സമയത്ത് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവൾ പ്രയാസപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഷീ പ്രേസ് ഫോർ ഗൈഡൻസ്, ഫീലിംഗ് ടോൺ ബിറ്റ്വീൻ ഹെർ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഹെർ ഡിസൈർ ഫോർ എ ന്യൂ ലൈഫ്. അവളുടെ പ്രധാന ആശയക്കുഴപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് അവളുടെ ഡ്യൂട്ടി, അവളുടെ വീടിനോടും അവളുടെ മരിച്ചുപോയ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനോടുമുള്ള അവളുടെ ഉത്തരവാദിത്തമാണ് അവൾക്ക് ഒരു വശത്തുള്ളത്. മറുവശത്ത് ഫ്രാങ്കിന്റെ കൂടെ സന്തോഷകരമായിട്ടുള്ള പുതിയൊരു ജീവിതം എന്നുള്ളൊരു പ്രതീക്ഷയും അവൾക്കുണ്ട്. അതിലൊന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാതെ അവൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. The noise and movement around her, combined with the Frank's urging and the imminent departure of the boat, intensify her internal conflict. ഇനി അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ബോട്ട് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അവിടെ ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാങ്ക് ആണെങ്കിൽ ഇവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അവളുടെ ആകെയുള്ള ആ ഒരു മാനസികാവസ്ഥയെ കൂടുതൽ തീവ്രമാക്കുന്നു. ഇൻ ദി എൻഡ് എവലിൻ ഈസ് പാരലൈസ്ഡ് ബൈ ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. അവസാനം അവൾ മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് അവൾ എത്തിച്ചേരുന്നത്. ഷീ ക്ലിങ്സ് ടു ദി അയൺ റെയിലിംഗ്, അൺഏബിൾ ടു ഫോളോ ഫ്രാങ്ക്, ഹെർ ഫേസ് എക്സ്പ്രഷൻലെസ് ആൻഡ് ഡിവോയ്ഡ് ഓഫ് എനി സൈൻ ഓഫ് ഫെയർവെൽ ഓർ റെക്കഗ്നീഷൻ. അവസാനം അവൾ അവിടെയുള്ള ഇരുമ്പ് തൂണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മരവിച്ച് നിൽക്കുന്നതാണ്. അവളുടെ മുഖത്ത് ഒരു ഭാവം പോലും കാണാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഷി റിമെയിൻസ് ട്രാപ്ഡ് ഇൻ ഹെർ ഓൾഡ് ലൈഫ്, അൺഏബിൾ ടു ടേക്ക് ദ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ചേഞ്ച്. അവൾക്ക് അവളുടെ ആ ജീവിതം വിട്ടുകൊണ്ട് മാറ്റത്തിലേക്ക് ഒരു ചുവട് വെക്കാൻ കഴിയാതെ അവൾ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നതായിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു വാസ് ലിറ്റിൽ ക്യൂഗ് ആൻഡ് ഹൗ ഡിഡ് ഹി ഹെൽപ്പ് ദ ചിൽഡ്രൻ അറ്റ് പ്ലേ? ഈ കുട്ടിക്കാലത്ത് ഉള്ള ഒരു ക്യാരക്ടർ അവൾ ഓർക്കുന്നതാണ്. ആരായിരുന്നു ഈ ലിറ്റിൽ ക്യൂഗ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ കളിക്കുന്ന കുട്ടികളെ അയാൾ സഹായിച്ചത്? ലിറ്റിൽ ക്യൂഗ് വാസ് എ ക്രിപ്പിൾഡ് ചൈൽഡ് ഹു പ്ലേഡ് വിത്ത് എവലിൻ ആൻഡ് അതർ ചിൽഡ്രൻ ഇൻ ദ ഫീൽഡ്. ഒരു ക്രിപ്പിൾഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു വികലാംഗത്വമുള്ള ഒരു കുട്ടിയായിരുന്നു ഈ ലിറ്റിൽ ക്യൂഗ് എന്ന് പറയുന്നത്. എവലിൻ്റെയും മറ്റു കുട്ടികളുടെയും കൂടെ അവിടെ ആ പാടത്ത് കളിക്കാറുണ്ടായിരുന്ന ആളാണ്.
He helped by keeping a lookout and calling out warnings when Evelyn's father approached to chase them away. അപ്പോൾ ഇവർ കളിക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ എങ്ങാനും വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് അച്ഛൻ വരുന്നുണ്ടെങ്കിൽ ആ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇവളെ സഹായിച്ചിരുന്നത്. Why did Evelyn think that she would never again see the familiar objects in her room? അവളുടെ റൂമിലുള്ള വസ്തുക്കളൊന്നും ഇനി ഒരിക്കലും അവൾ കാണില്ല എന്ന് അവൾ ചിന്തിക്കാൻ കാരണം എന്താണ്? Evelyn thought she would never see the familiar objects in her room again because she had decided to leave with Frank for Buenos Aires, which meant abandoning her home and everything in it. കാരണം അവൾ ഫ്രാങ്കിന്റെ കൂടെ ബ്യൂണസ് ഐറസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വീട് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇനി വീട്ടിലുള്ളതൊന്നും ഒരിക്കലും കാണില്ല എന്നാണ് അവൾ ചിന്തിച്ചിരുന്നത്. Who was Miss Gavan and why should she be glad? ഇനി ഇവൾ ഒളിച്ചോടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ഗവാൻ സന്തോഷിക്കും എന്നാണ് അവൾ കരുതുന്നത്. ആരായിരുന്നു ആ സ്ത്രീ? എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ കരുതുന്നത്? മിസ് ഗവാൻ വാസ് എവലിൻ സുപ്പീരിയർ അറ്റ് ദ സ്റ്റോർ വെർ ഷീ വർക്ക്ഡ്. അവൾ ജോലി ചെയ്തിരുന്ന സ്റ്റോറിലെ സുപ്പീരിയർ ആണ് മിസ് ഗവാൻ ഉണ്ടായിരുന്നത്. ഷീ വുഡ് ബി ഗ്ലാഡ് ബിക്കോസ് ഷീ ഹാഡ് ഓൾവേസ് ബീൻ ഹാർഷ് ടുവേർഡ്സ് എവലിൻ ആൻഡ് വുഡ് ലൈക്ലി ബി പ്ലീസ് ടു സീ ഹർ ലീവ്. അവൾ എപ്പോഴും ഹാർഷായിട്ടാണ് ഇവളോട് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഇവള് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സന്തോഷിക്കുന്നാണ് എവലിൻ കരുതുന്നത്. വാട്ട് ഗേവ് എവലിൻ ദ പാൽപിറ്റേഷൻസ്? പാൽപിറ്റേഷൻസ് എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് കൂടുന്ന ഒരു സാഹചര്യമൊക്കെയാണ്, പേടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. എന്താണ് എവലിൻ അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം? എവലിൻ എക്സ്പീരിയൻസ്ഡ് പാൽപിറ്റേഷൻസ് ഡ്യൂ ടു ദ സ്ട്രെസ് ആൻഡ് ഫിയർ കോസ്ഡ് ബൈ ഹെർ ഫാദേഴ്സ് വയലന്റ് ത്രെറ്റ്സ് ആൻഡ് ബിഹേവിയർ ടുവേർഡ്സ് ഹർ. അവളുടെ ഫാദറിന്റെ ബിഹേവിയറിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അവൾക്ക് അങ്ങനെ തോന്നുന്നത്. അയാൾ വളരെ വയലന്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സ്നേഹമില്ലാത്ത രീതിയിലാണ് അവളോട് പെരുമാറിയിരുന്നത്. ഹൗ ഡിഡ് എവലിൻസ് ഫാദർ ട്രീറ്റ് ഹെർ? ഇനി എങ്ങനെയാണ് എവലിന്റെ ഫാദർ അവളോട് പെരുമാറിയിരുന്നത്? എവലിൻസ് ഫാദർ ട്രീറ്റഡ് ഹെർ പോർലി, ഓഫ്റ്റൻ ത്രെറ്റനിങ് ഹെർ വിത്ത് വയലൻസ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു ഒബ്റ്റെയിൻ മണി ഫ്രം ഹിം വിച്ച് ആഡഡ് ടു ഹെർ സ്ട്രെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അവളെ വയലൻസിന്റെ കാര്യം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ തന്നെ വീട്ടിലേക്ക് ചെലവിനുള്ള പണമൊന്നും കൊടുക്കുമായിരുന്നില്ല. അതൊക്കെ അവൾക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമായിരുന്നു. വൈ ഡിഡ് എവലിൻ തിങ്ക് ദാറ്റ് ഷീ ഹാഡ് നോബഡി ടു പ്രൊട്ടക്ട് ഹെർ? അവളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് അവൾ കരുതാൻ കാരണം എന്താണ്? എവലിൻ തോട്ട് ഷീ ഹാഡ് നോബഡി ടു പ്രൊട്ടക്ട് ഹെർ ബിക്കോസ് ഹെർ മദർ വാസ് ഡെഡ്. അവളുടെ അമ്മ മരിച്ചു പോയിരുന്നു. ഹെർ ബ്രദർ ഏണസ്റ്റ് ഹാഡ് പാസ്ഡ് അവേ. അവളുടെ ഒരു സഹോദരനും മരിച്ചു പോയിരുന്നു. ആൻഡ് ഹെർ അതർ ബ്രദർ ഹാരി വാസ് ഫ്രീക്വന്റ്ലി അവേ ഫോർ വർക്ക്. പിന്നെ അവളുടെ മറ്റൊരു സഹോദരൻ ഹാരി ജോലിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. അതുകൊണ്ടാണ് അവളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് അവൾക്ക് തോന്നിയത്. വാട്ട് ഡു യു തിങ്ക് എവലിൻസ് മദർ മെന്റ് ബൈ ഹെർ റിപ്പീറ്റിംഗ് ഡെർവോൺ സെറോൺ? ഇനി ഇവളുടെ അമ്മ ഈ മരിക്കാറായ സമയത്ത്, ഇങ്ങനെ അസുഖമായി കിടക്കുന്ന സമയത്ത് സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു വാചകമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? Evelyn's mother repeating Derwon Seron likely signified a warning or a lament about the inevitability of suffering or death, reflecting her life's hardships and final madness. അതായത് ഇതൊരു ഐറിഷ് ഫ്രേസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ അവസാനം, ഈ സന്തോഷങ്ങളുടെ എല്ലാ അവസാനം ദുഃഖവും മരണവുമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഇവളുടെ അമ്മ മരിക്കുന്ന സമയത്ത് പറയുന്നത്. Why was Evelyn burdened with hard work? ഇനി എന്തുകൊണ്ടാണ് എവലിൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത്? എവലിൻ വാസ് ബർഡൻഡ് വിത്ത് ഹാർഡ് വർക്ക് ബിക്കോസ് ഷീ ഹാഡ് ടു മാനേജ് ദ ഹൗസ് ഹോൾഡ്. വീട്ടിലെ കാര്യങ്ങൾ അവൾക്ക് നോക്കണമായിരുന്നു. കെയർ ഫോർ ടു യങ്ങർ ചിൽഡ്രൻ. ഇനി അവൾ ചെറുപ്പത്തിലാവുമ്പോൾ തന്നെ അവളുടെ അമ്മയ്ക്ക് അസുഖമായത് കാരണം കൊണ്ട് അവളുടെ സഹോദരങ്ങളെ നോക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആൻഡ് വർക്ക് അറ്റ് ദ സ്റ്റോഴ്സ് ടു സപ്പോർട്ട് ഹെർ ഫാമിലി ഫിനാൻഷ്യലി. പിന്നീട് അവൾ വളർന്നു വരുന്ന സമയത്ത് ഈ സഹോദരങ്ങൾ ഒരാൾ മരിക്കുകയും ഒരാൾ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഈ പിതാവ് അവൾക്ക് പൈസ ഒന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് അവൾ ഈ സ്റ്റോറിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പണമൊക്കെ കണ്ടെത്തുകയും അതുപോലെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുകയും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് എവലിന് ചെറുപ്പം മുതൽ തന്നെ ഹാർഡ് വർക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. വൈ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് മണി ഫ്രം എവലിൻസ് ഫാദർ? ഇനി എവലിന് തന്റെ പിതാവിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെലവിലേക്ക് പണം വാങ്ങാൻ എന്തായിരുന്നു പ്രയാസം? It was difficult to get money from Evelyn's father because he accused her of squandering it. ഒന്ന്, പണം ചോദിക്കുന്ന സമയത്ത് അവൾ ദൂർത്തടിക്കുകയാണ് എന്നുള്ള കാര്യം അയാൾ പറയും. ആൻഡ് വാസ് ഓഫ്റ്റൻ ഡ്രങ്ക് ആൻഡ് അബ്യൂസീവ്. കൂടാതെ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരിക്കും, മോശമായി സംസാരിക്കും. മേക്കിംഗ് ഇറ്റ് എ സ്ട്രഗിൾ ഫോർ ഹെർ ടു സെക്യൂർ ഫണ്ട്സ് ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. അങ്ങനെ ഇയാളോട് പണം ചോദിക്കുക എന്ന് പറയുന്നത് അവൾക്ക് പ്രയാസകരമായിട്ടൊരു കാര്യമായി തീർന്നു. വാട്ട് ഡസ് എവലിൻസ് ഫാദർ മീൻ when he tells her I know these sailor chaps?
ഇനി ഇവൾക്ക് ഫ്രാങ്കുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അവളുടെ പിതാവ് അതിനെ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അയാൾ ഒരു നാവികനാണെന്നുള്ള കാരണം കൊണ്ടാണ് എതിർക്കുന്നത്. അപ്പൊ ഈ സെയിലേഴ്സിനെയൊക്കെ എനിക്ക് അറിയാം എന്ന് പറയുന്നതിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എവലിൻസ് ഫാദർ മെന്റ് ദാറ്റ് ഹി ഡിസ്ട്രസ്റ്റഡ് സെയിലേഴ്സ്, ബിലീവിംഗ് ദം ടു ബി അൺറിലയബിൾ ആൻഡ് അൺവർത്തി ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ ഈ സെയിലേഴ്സിനെ അല്ലെങ്കിൽ നാവികന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ പല നാടുകളിൽ പോകുന്നവരും ഇങ്ങനെ സ്ഥിരം സഞ്ചരിക്കുന്ന ആളുകളുമാണ്. വിച്ച് ലെഡ് ഹിം ടു ഫോർബിഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഫ്രാങ്ക്. അതുകൊണ്ട് ഈ ഫ്രാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തണം എന്നാണ് അയാൾ മകളോട് പറയുന്നത്. ഇൻ വാട്ട് വേ ഈസ് എവലിൻ ലൈക്ക് എ ഹെൽപ്ലെസ് ആനിമൽ? ഇനി എവലിൻ എങ്ങനെയാണ് ഒരു ഹെൽപ്ലെസ് ആനിമലിനെ പോലെ ആകുന്നത്? എവലിൻ ഈസ് ലൈക്ക് എ ഹെൽപ്ലെസ് ആനിമൽ ബിക്കോസ് ഷീ ഫീൽസ് ട്രാപ്ഡ് ആൻഡ് പാരലൈസ്ഡ് ബൈ ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. അവൾ ട്രാപ്ഡ് ആയിട്ട് തോന്നുകയാണ്. കാരണം അവൾക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവൾ പാരലൈസ്ഡ് ആണ്, മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് അവൾ ഉള്ളത്. അൺഏബിൾ ടു ആക്ട് ഓൺ ഹെർ ഡിസയേഴ്സ് ഓർ എസ്കേപ്പ് ഹെർ സിറ്റുവേഷൻ. അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനം എടുക്കാനോ അവളുടെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അവൾക്ക് കഴിയുന്നില്ല. ആ മരവിച്ചു പോകുന്ന അവസ്ഥയിലാണ് അവളൊരു ഹെൽപ്ലെസ് ആനിമലിനെ പോലെ ആയി എന്ന് പറയുന്നത്. വൈ ഡിഡ് എവലിൻ ഹാവ് ടു മീറ്റ് ഫ്രാങ്ക് ഇൻ സീക്രട്ട്? എന്തുകൊണ്ടാണ് എവലിന് ഫ്രാങ്കിനെ സീക്രട്ട് ആയിട്ട് കാണേണ്ടി വരുന്നത്? Evelyn had to meet Frank in secret because her father disapproved of the relationship and had explicitly forbidden her from seeing him. കാരണം അവളുടെ ഫാദർ അവളുടെ റിലേഷൻഷിപ്പിനെ എതിർത്തിരുന്നു. ഫ്രാങ്കിനെ ഇനി കാണരുത് എന്നാണ് അവളുടെ ഫാദർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് സീക്രട്ട് ആയിട്ട് കാണേണ്ടി വന്നിരുന്നത്. വാട്ട് മെയ്ഡ് എവലിൻ തിങ്ക് ദാറ്റ് ഹെർ ഫാദർ വാസ് എ നൈസ് മാൻ? ഇനി അവളുടെ ഫാദർ ഹാർഷായിട്ടൊക്കെയാണ് അവളോട് പെരുമാറിയിരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവളുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവളുടെ ഫാദർ ഒരു നൈസ് മാനായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. എന്താണ് അവളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്? എവലിൻ തോട്ട് ഹെർ ഫാദർ വാസ് എ നൈസ് മാൻ അറ്റ് ടൈംസ് ബിക്കോസ് ഹി ഒക്കേഷണലി ഷോഡ് കൈൻഡ്നെസ് സച്ച് ആസ് റീഡിംഗ് ടു ഹെർ വെൻ ഷി വാസ് ഇൽ ആൻഡ് മേക്കിംഗ് ടോസ്റ്റ് ഫോർ ഹെർ. ചില സമയത്ത് അയാൾ നൈസായിട്ട് പെരുമാറാറുണ്ട്. പ്രത്യേകിച്ചും അവളുടെ ചെറുപ്പത്തിൽ അവൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് അവൾക്ക് കഥ വായിച്ചു കൊടുത്തുകൊണ്ടും അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടൊക്കെ പെരുമാറിയത് അവൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളുടെ ഫാദർ ഒരു നൈസ് മാൻ ആണെന്ന് അവൾ ചിന്തിക്കുന്നത്. വാട്ട് റിമൈൻഡഡ് എവലിൻ ഓഫ് ഹെർ പ്രോമിസ് ടു ഹെർ മദർ ആൻഡ് വാട്ട് വാസ് ദ പ്രോമിസ്? ഇനി എവലിൻ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസിനെ കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചത് എന്തായിരുന്നു ആ പ്രോമിസ്? എ സ്ട്രീറ്റ് ഓർഗൻ പ്ലേയിങ് എ ഫെമിലിയർ ട്യൂൺ റിമൈൻഡഡ് എവലിൻ ഓഫ് ഹെർ പ്രോമിസ് ടു ഹെർ മദർ. അവള് ഒരു സ്ട്രീറ്റ് ഓർഗൻ, ഈ തെരുവിലൂടെ ഒരാൾ ഒരു മ്യൂസിക്കൽ ഓർഗൻ വായിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോഴാണ്, ആ ഒരു ഫെമിലിയർ ട്യൂൺ കേൾക്കുമ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രോമിസ് അവൾ ഓർക്കുന്നത്. ടു കീപ് ദ ഹോം ടുഗദർ ആസ് ലോങ് ആസ് ഷീ കുഡ്. അവള് ആ വീട് അവളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം കാലം നോക്കും എന്നുള്ള ഒരു പ്രോമിസാണ് അമ്മയ്ക്ക് കൊടുത്തിരുന്നത്. ഇവോക്കിംഗ് ഹെർ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഗിൽറ്റ്. അപ്പോഴാണ് അവൾക്ക് അവളുടെ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വീട് ഉപേക്ഷിച്ച് പോകുക എന്നുള്ള കാര്യത്തിൽ ഒരു കുറ്റബോധവും ഒക്കെ തോന്നുന്നത്. വാട്ട് ആർ എവലിൻസ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ഫ്രാങ്ക്? ഇനി എവലിൻ ഫ്രാങ്കിനെ കുറിച്ചുണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസ് എന്തായിരുന്നു? എവലിൻസ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ഫ്രാങ്ക് ഇൻക്ലൂഡഡ് ബീയിങ് ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. ഒന്ന്, അവളെ ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യുമെന്നുള്ള കാര്യവും എസ്കേപ്പിംഗ് ഹെർ ഫാദേഴ്സ് വയലൻസ്, അവളുടെ അച്ഛൻ്റെ ആ ഒരു വയലൻസിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള കാര്യവും ആൻഡ് ഫൈൻഡിങ് ഹാപ്പിനെസ് ആൻഡ് എ ന്യൂ ലൈഫ് വിത്ത് ഹിം ഇൻ ബ്യൂണസ് ഐറസ്. ബ്യൂണസ് ഐറസ് എന്ന ഒരു പുതിയ സ്ഥലത്ത് പുതിയ സന്തോഷകരമായിട്ടൊരു ജീവിതം നേടാൻ കഴിയും എന്നുള്ളതായിരുന്നു ഫ്രാങ്കിനെ കുറിച്ചിട്ടുള്ള അവളുടെ പ്രതീക്ഷകൾ. ഹെർ ഡിസ്ട്രസ് എവോക്ക് എ നോസിയ ഇൻ ഹെർ ബോഡി ആൻഡ് ഷീ കെപ്റ്റ് മൂവിങ് ഹെർ ലിപ്സ് ഇൻ സൈലന്റ് ഫെർവന്റ് പ്രെയർ. വൈ വാസ് എവലിൻ ഇൻ ഡിസ്ട്രസ്? ഇനി അവളുടെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ അവൾക്ക് ഇങ്ങനെ നോസിയ, മനം പുരട്ടുന്നത് പോലെ തോന്നിയിരുന്നു. അവളിങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു അവളുടെ മാനസിക സമ്മർദ്ദം? എവലിൻ വാസ് ഇൻ ഡിസ്ട്രെസ് ബിക്കോസ് ഷീ വാസ് ഓവർവെൽംഡ് ബൈ ദ ഫിയർ ഓഫ് ലീവിംഗ് ഹെർ ഫെമിലിയർ ലൈഫ് ആൻഡ് ദ ഗിൽറ്റ് ഓഫ് ബ്രേക്കിംഗ് ഹെർ പ്രോമിസ് ടു ഹെർ മദർ, ലീഡിംഗ് ടു എ ഫിസിക്കൽ റിയാക്ഷൻ ഓഫ് നോസിയ. അവൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നത് അവളുടെ വീട് ഉപേക്ഷിച്ച് പോകുക എന്നുള്ള കാര്യത്തിലാണ്. അവളുടെ പരിചിതമായിട്ടുള്ള ചുറ്റുപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതും അവളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്ക് തെറ്റിക്കുക എന്നുള്ളതിൽ കുറ്റബോധവും കാരണം കൊണ്ടാണ് അവൾക്ക് ഈ മാനസിക സമ്മർദ്ദവും അതുമായി ബന്ധപ്പെട്ട് ഈ നോസിയയും അനുഭവപ്പെടുന്നത്. വൈ ഇൻ യുവർ ഒപ്പീനിയൻ ഡിഡ് എവലിൻ റിഫ്യൂസ് ടു ഗോ വിത്ത് ഫ്രാങ്ക് ടു ബ്യൂണസ് ഐറസ്? ഇനി കഥയുടെ അവസാനം നമ്മൾ കാണുന്നുണ്ട് അവള് ഫ്രാങ്കിന്റെ കൂടെ പോകുന്നില്ല. എന്താണ് കാരണം എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എവലിൻ റിഫ്യൂസ് ടു ഗോ വിത്ത് ഫ്രാങ്ക് ടു ബ്യൂണസ് ഐറസ് ബിക്കോസ് ഷീ വാസ് പാരലൈസ്ഡ് ബൈ ഫിയർ. ഒന്ന്, അവൾക്ക് ഭയമാണ് ഉണ്ടായിരുന്നത്, അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ള കാര്യത്തിലൊരു ഭയം. ഗിൽട്ട്, കൂടാതെ കുറ്റബോധം.
അവളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്ക് തെറ്റിക്കുക എന്നുള്ളൊരു കുറ്റബോധം, ആൻഡ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി ടു ഹെർ ഫാമിലി, അവളുടെ കുടുംബത്തോട് അവൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളൊരു ചിന്ത, അൾട്ടിമേറ്റ്ലി അൺഏബിൾ ടു ലീവ് ഹെർ ഫെമിലിയർ ലൈഫ് ബിഹൈൻഡ്, കൂടെ ഈ പരിചിതമായിട്ടുള്ള ആളുകളെയും സ്ഥലങ്ങളെയും ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു പ്രയാസം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് അവള് ഫ്രാങ്കിന്റെ കൂടെ പോവാതിരിക്കുന്നത്. ഡു യു തിങ്ക് എവലിൻ വാസ് റിയലി ഇൻ ലവ് വിത്ത് ഫ്രാങ്ക് ബിഫോർ ഷീ ഡിസൈഡഡ് എഗെയിൻസ്റ്റ് ലീവിംഗ് അയർലൻഡ്? വൈ? ഇനി ഫ്രാങ്കിന്റെ കൂടെ പോകണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അവൾ യഥാർത്ഥത്തിൽ ഫ്രാങ്കുമായിട്ട് പ്രണയത്തിലായിരുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കരുതുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. It is doubtful that Evelyn was truly in love with Frank, as her decision against leaving suggests that her feelings were more about escaping her current life than genuine affection for him. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൾക്ക് ഫ്രാങ്കിനോട് യഥാർത്ഥത്തിൽ പ്രണയം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവൾ ഫ്രാങ്കിന്റെ കൂടെ പോവാൻ തീരുമാനിക്കുന്നത് അവളുടെ നിലവിലുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതിലുപരി ഫ്രാങ്കിനോടുള്ള ഒരു യഥാർത്ഥ പ്രണയം എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നില്ല. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഷീ ട്രൈ ടു വെയ് ഈച്ച് സൈഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ. അവൾ ആ ചോദ്യത്തിന്റെ രണ്ട് വശങ്ങളും പരിശോധിക്കാൻ ശ്രമിച്ചു. എന്താണ് ആ രണ്ട് വശങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, അവള് വീട് വിട്ട് പോകണ്ട എന്നുള്ളൊരു വശമാണ്. മറ്റേത് ഫ്രാങ്കിന്റെ കൂടെ പോകാം എന്നുള്ള വശമാണ്. ഈ രണ്ട് വശത്തിന് ന്യായീകരിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവൾ ചിന്തിക്കുന്നത്. അതിൽ ആദ്യത്തേതിൽ വരുന്നത് പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്. എവലിൻ കൺസിഡേർഡ് ദ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റേയിങ്, സച്ച് ആസ് ഹാവിംഗ് ഷെൽട്ടർ, ഫുഡ് ആൻഡ് ദ ഫെമിലിയാരിറ്റി ഓഫ് ഹർ ഹോം. ഇനി അവൾ വീട് വിട്ട് പോകാതിരിക്കുകയാണെങ്കിൽ അവൾക്ക് അവിടെ ഒരു ഷെൽട്ടർ ഉണ്ട്, കയറി കിടക്കാൻ ഒരു ഇടമുണ്ട്, അവിടെ ഭക്ഷണമുണ്ട്, അവൾക്ക് പരിചിതമായിട്ടുള്ള ചുറ്റുപാടുകളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവൾ ചിന്തിച്ചു. അതുകൂടാതെ ഷീ ഓൾസോ തോട്ട് അബൌട്ട് ദ സെക്യൂരിറ്റി ഓഫ് സ്റ്റേയിങ് വിത്ത് പീപ്പിൾ ഷീ ഹാഡ് നോൺ ഓൾ ഹെർ ലൈഫ്. അവൾക്ക് എല്ലാ കാലങ്ങളുമായിട്ടും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് അയൽക്കാരും മറ്റൊക്കെ ഉള്ളത്. അങ്ങനെ പരിചിതമായിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതിൽ ഒരു സുരക്ഷിത ബോധവും കൂടി അവൾ ചിന്തിച്ചിരുന്നു. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അത് കൂടാതെ വരുന്നത് ഷീ വറീഡ് അബൌട്ട് ഹൗ പീപ്പിൾ അറ്റ് ദ സ്റ്റോഴ്സ്, എസ്പെഷ്യലി മിസ് ഗോവൻ, വുഡ് ജഡ്ജ് ഹെർ ഫോർ റണ്ണിങ് അവേ വിത്ത് ഫ്രാങ്ക്. ഷീ ഫിയർഡ് ബീയിങ് ലേബിൾഡ് ആസ് എ ഫൂൾ. അവൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ അവളെ കുറിച്ച് എന്ത് കരുതും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവൾ ചിന്തിച്ചിരുന്നു. അവളൊരു വിഡ്ഢിയായിട്ട് കരുതും. പ്രത്യേകിച്ച് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന മിസ് ഗോവാൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അവളെ അങ്ങനെ കളിയാക്കും എന്നുള്ള രീതിയിലൊക്കെ അവൾ ചിന്തിക്കുകയുണ്ടായി. ഇനി പോകണം എന്നുള്ള വശത്തെ കുറിച്ചിട്ട് അവൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഡിസയർ ഫോർ റെസ്പെക്ട്. എവലിൻ തോട്ട് ദാറ്റ് ബൈ മാരിങ് ഫ്രാങ്ക് ആൻഡ് മൂവിംഗ് ടു ബ്യൂണസ് ഐറസ് ഷീ വുഡ് ഗെയിൻ റെസ്പെക്ട് ആൻഡ് എ ബെറ്റർ ലൈഫ്, എസ്കേപ്പിംഗ് ഹെർ ഫാദേഴ്സ് വയലൻസ് ആൻഡ് ദ ഹാർഡ്ഷിപ്പ് അറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ നമ്മൾ പറഞ്ഞു അവളുടെ ഫാദർ അവളെ അബ്യൂസീവ് ആയിട്ടാണ്, റെസ്പെക്ട് ഇല്ലാതെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഫ്രാങ്കിന്റെ കൂടെ ഫ്രാങ്കിനെ മാരേജ് ചെയ്തിട്ട് ജീവിക്കുകയാണെങ്കിൽ അവൾക്ക് റെസ്പെക്ട് ലഭിക്കും. അതുകൂടാതെ തന്നെ വീട്ടിലെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവൾ മറുവശത്ത് ചിന്തിച്ചിരുന്നു. മെമ്മറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ്. ഷി റിഫ്ലക്റ്റഡ് ഓൺ ഹെർ മെമ്മറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ടു ഹെർ ഹോം, ദി ഒബ്ജക്ട് ഷീ ഹാഡ് നോൺ ഓൾ ഹെർ ലൈഫ് ആൻഡ് ദ പ്രോമിസസ് ഷീ ഹാഡ് മെയ്ഡ് ടു ഹെർ മദർ. അതുകൂടാതെ അവൾക്ക് നൊസ്റ്റാൾജിയാണ് കടന്നു വരുന്നത്. കുട്ടിക്കാലത്തെ കുറിച്ചിട്ടൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ ഏറെ കാലമായിട്ട് പരിചിതമായിട്ടുള്ള ആ വീടും ആ സ്ഥലവും ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വീട് അവൾ നോക്കുമെന്നുള്ള വാക്കിനെ കുറിച്ചിട്ടും അവൾ ചിന്തിക്കുന്നുണ്ട്. ഇമോഷണൽ ടർമോയിൽ. ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ദ കൺഫ്ലിക്റ്റിംഗ് ഇമോഷൻസ് ഓഫ് ഫിയർ, ഡ്യൂട്ടി, ലവ് ആൻഡ് അൺനോൺ ഫ്യൂച്ചർ മെയ്ഡ് ഹെർ ഡിസിഷൻ ഇൻക്രെഡിബിളി ഡിഫിക്കൽട്ട്, ലീഡിങ് ടു ആൻ ഇന്നർ സ്ട്രഗിൾ. അപ്പോൾ ഈ രണ്ട് വശങ്ങളെ കുറിച്ചിട്ടും അവളുടെ ഭയം, പ്രതീക്ഷ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവൾ പ്രയാസപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എവലിൻസ് കോർട്ട്ഷിപ്പ് വിത്ത് ഫ്രാങ്ക്. ഇനി ഇവൾക്ക് ഫ്രാങ്കുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനീഷ്യൽ മീറ്റിംഗ്. എവലിൻ ഫസ്റ്റ് മെറ്റ് ഫ്രാങ്ക് വെൻ ഹി വാസ് ലോഡ്ജിങ് ഇൻ എ ഹൗസ് ഓൺ ദ മെയിൻ റോഡ്. മെയിൻ റോഡിലുള്ള ഫ്രാങ്കിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവൾ ആദ്യമായിട്ട് അയാളെ കാണുന്നത്. He was standing at the gate with his peaked cap pushing back, which left a memorable impression on her. അയാളുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഒരു തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നതാണ് ഇവൾ ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു ചിത്രം തന്നെ അവൾക്ക് വളരെ ഇംപ്രഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഡെയിലി മീറ്റിംഗ്സ്. They met regularly outside the stores where Evelyn worked, and Frank would walk her home, building a routine and a familiarity in the relationship. അതിനുശേഷം അവർ സ്ഥിരം കാണാൻ തുടങ്ങി. ഇവൾ ജോലി ചെയ്യുന്ന സ്റ്റോറിന്റെ അവിടെ വന്നുകൊണ്ട് ഇവർ മീറ്റ് ചെയ്യുകയും ഇവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഫ്രാങ്കും ആയിരുന്നു. പിന്നെ വരുന്നത് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്.
Frank took Evelyn to see the Bohemian Girl at the theatre, an experience that made her feel elated and special, indicating that he introduced her to new experiences and cultural activities. കൂടാതെ വരുന്നത് ഇവർ ഒരുമിച്ച് തിയേറ്ററിൽ നാടകം കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിരുന്നു. ആ ഒരു സംഭവമൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ എവലിൻ ഓർക്കുന്നത്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇവളെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. മ്യൂസിക്കൽ കണക്ഷൻ. Frank's fondness for music and his singing were significant in their courtship as it connected them emotionally. കൂടാതെ ഫ്രാങ്ക് പാട്ട് പാടുമായിരുന്നു, പാട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. അങ്ങനെ ഇവളോട് കൂടിയും അയാൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരുന്നതും ഇവളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമായിരുന്നു. ഹി ഈവൻ കോൾഡ് ഹെർ പോപ്പൻസ് ഔട്ട് ഓഫ് അഫെക്ഷൻ. അതുകൂടാതെ ഇവളുടെ സ്നേഹത്തോടു കൂടി പോപ്പൻസ് എന്നാണ് അയാൾ വിളിച്ചിരുന്നത്. സീക്രസി ആൻഡ് ഡെഫിയൻസ്. ഇനി ഇത് കൂടാതെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. Due to her father's disapproval, Evelyn had to meet Frank secretly. Her father's distrust of sailors and his quarrel with Frank led to their covert relationship. ഇവളുടെ ഫാദറിന് ഫ്രാങ്കുമായിട്ടുള്ള ഇവളുടെ റിലേഷൻഷിപ്പ് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അയാൾക്ക് സെയിലേഴ്സിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫ്രാങ്കിനെ കാണരുത് എന്ന് അവളുടെ ഫാദർ പറഞ്ഞിരുന്നു. അതിനുശേഷം സീക്രട്ട് ആയിട്ടാണ് ഇവരെ കാണുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഈ രീതിയിലാണ് എവലിനും ഫ്രാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം, ദ തീം ഓഫ് ഒപ്രഷൻ ഓർ സബ്ജുഗേഷൻ ഇൻ ദ സ്റ്റോറി. അതായത് അടിച്ചമർത്തൽ എന്നുള്ള ഒരു തീം എങ്ങനെയാണ് ഈ സ്റ്റോറിക്കകത്ത് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാമിലി ഒബ്ലിഗേഷൻസ്. എവലിൻ ഈസ് ബർഡൻഡ് ബൈ ഹെർ റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം, ഇൻക്ലൂഡിംഗ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ഫാദർ ആൻഡ് യങ്ങർ സിബ്ലിംഗ്സ്, വിച്ച് ലിമിറ്റ്സ് ഹെർ ഫ്രീഡം ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഒന്ന്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള കാര്യമാണ് വരുന്നത്. അവളുടെ ഫാദറിനെ നോക്കണം, അതുപോലെ തന്നെ അവളുടെ സഹോദരൻ വല്ലപ്പോഴുമാണ് വീട്ടിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിലും സഹോദരന് വേണ്ടി അവൾ വീട്ടിലുണ്ടാകണം തുടങ്ങിയിട്ടുള്ള ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളാണ് ഒന്ന് അവൾക്ക് ഈ ഒരു അടിച്ചമർത്തലായിട്ട് അനുഭവപ്പെടുന്നത്. അബ്യൂസീവ് ഫാദർ. എവലിൻസ് ഫാദർ ഈസ് എ സോഴ്സ് ഓഫ് ഒപ്രഷൻ. ഹിസ് വയലന്റ് ടെൻഡൻസീസ് ആൻഡ് കൺട്രോൾ ഓവർ ദ ഫാമിലീസ് ഫിനാൻസസ് ആഡ് ടു ഹെർ സെൻസ് ഓഫ് എൻട്രാപ്മെന്റ് ആൻഡ് ഫിയർ. കൂടാതെ ഇവളുടെ ഫാദറിന്റെ ഒരു അടിച്ചമർത്തുന്ന തരത്തിലുള്ള സ്വഭാവമാണുള്ളത്. അയാൾ അബ്യൂസീവായിട്ട് സംസാരിക്കുക, വയലന്റ് ആയിട്ട് പെരുമാറുക എന്നതിന് പുറമെ ഫിനാൻഷ്യലിയും അയാളുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇയാൾ കൃത്യമായിട്ട് വീട്ടിലേക്ക് പണം കൊടുക്കില്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അവള് തന്നെ ജോലി ചെയ്തിട്ട് ഈ വീട് നോക്കണം എന്നുള്ളതും അവൾക്ക് പ്രയാസകരമായിട്ട് വരുന്ന കാര്യമാണ്. പിന്നെ വരുന്നത് വർക്ക് പ്ലേസ് ഒപ്രഷൻ ആണ്. അറ്റ് ഹെർ ജോബ് ഇൻ ദ സ്റ്റോഴ്സ്, എവലിൻ ഫേസസ് ഒപ്രഷൻ ഫ്രം മിസ് ഗവാൻ, who is always harsh and critical of her, undermining her confidence. ഇത് കൂടാതെ അവൾ ജോലി ചെയ്യുന്ന സ്റ്റോറിൽ മിസ് ഗവാൻ എപ്പോഴും ഇവളെ വിമർശിക്കുകയാണ്. ആ രീതിയിലും ഒരു ഒപ്രഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ ഉള്ളത് ജനറൽ ആയിട്ട് വരുന്നത് ജെൻഡർ റോൾസ് ആണ്. എവലിൻസ് റോൾ ആസ് എ വുമൺ ഇൻ ഹെർ ഫാമിലി ആൻഡ് സൊസൈറ്റി കൺഫൈൻസ് ഹെർ ടു എ ലൈഫ് ഓഫ് സാക്രിഫൈസ് ആൻഡ് ഡ്യൂട്ടി, റിഫ്ലക്ടിംഗ് ബ്രോഡർ തീംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് ഒപ്രഷൻ ആൻഡ് ലാക്ക് ഓഫ് ഓട്ടോണമി. അതുകൂടാതെ ജെൻഡർ ഇനീക്വാലിറ്റി എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എവലിൻ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇതുപോലെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ തുടങ്ങിയവ അവയ്ക്ക് ഭാരമായിട്ട് വരുന്നത്. ആ രീതിയിൽ ഈ സ്റ്റോറിക്കകത്ത് ഒപ്രഷൻ എന്നുള്ളൊരു തീം വരുന്നതായിട്ട് നമുക്ക് കാണാം. നൊസ്റ്റാൾജിയ ആസ് എ പ്രിഡോമിനന്റ് തീം ഇൻ ദ സ്റ്റോറി. ഇനി നൊസ്റ്റാൾജിയ എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ഒരു തീമായിട്ട് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്. Evelyn frequently reminisces about her childhood, recalling times when she played in the field with other children, which contrasts with her current life. അവളുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ഓർക്കുന്നതായിട്ട് നമ്മൾ ഈ കഥയിൽ കാണുന്നുണ്ട്. അവൾ ഈ ഫീൽഡിൽ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചിരുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ഈ സ്റ്റോറിയിൽ നൊസ്റ്റാൾജിയ കടന്നു വരുന്നതായിട്ട് കാണാം. ഫാമിലി ആൻഡ് ഹോം. Her reflections on her family, particularly her deceased mother and her brother Ernest, evoke a sense of loss and longing for the past. കൂടാതെ അവൾ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അവളുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത്, കൂടാതെ അവൾക്കൊരു ബ്രദർ മരിച്ചു പോയിട്ടുണ്ട്, അയാളും ഉണ്ടായിരുന്ന സമയത്ത് ഫാമിലി കുറച്ചുകൂടി സന്തോഷകരമായിരുന്നു എന്നുള്ള കാര്യം അവൾ ഓർക്കുന്നുണ്ട്. അവിടെയും നമ്മളിപ്പോൾ ഈ നൊസ്റ്റാൾജിയ കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഓൾഡ് ഒബ്ജക്ട്സ് ആണ്. The familiar objects in her room, which she had dusted for years, symbolize her attachment to her past and her fear of letting go. അവൾ വീട്ടിലുള്ള വസ്തുക്കൾ, അവൾ പൊടി തട്ടി വെച്ചിരുന്ന ഈ വസ്തുക്കളൊന്നും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കഥയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവൾ എന്ന് തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓൾഡ് പ്രോമിസസ്.
The promise she made to her mother to keep the home together is a significant part of her nostalgia, binding her to her past obligations. കൂടാതെ അവളുടെ മരിച്ചുപോയ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്കിനെ കുറിച്ചിട്ട് അവൾ ഓർക്കുന്നുണ്ട്. ഈ വീട് നോക്കാം എന്നുള്ള രീതിയിലാണ് അവൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നത്. അപ്പൊ അതിന് അവൾ വലിയ മൂല്യം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവളുടെ നിലവിലുള്ള ജീവിതത്തിലെ സാഹചര്യത്തെക്കാളും പാസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു വാക്കിനാണ് അവൾ മൂല്യം കൊടുക്കുന്നത്. അതും നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ട് കാണാവുന്നതാണ്. ചേഞ്ചിങ് എൻവയോൺമെന്റ്. The transformation of the field where she used to play into new houses symbolizes the irreversible change and the erosion of her childhood environment. കൂടാതെ അവള് ഈ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ഫീൽഡ് എല്ലാം ഇപ്പോൾ മാറി അവിടെ വീടുകളൊക്കെ വന്നു. അതൊക്കെ അവൾ മിസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ആ രീതിയിൽ നൊസ്റ്റാൾജിയ ഈ സ്റ്റോറിയിൽ ഒരു തീമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഡസ്റ്റ് ആസ് എ സിമ്പിൾ ഇൻ ദ സ്റ്റോറി. അവൾ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ പൊടി തട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര തട്ടിക്കളഞ്ഞാലും വീണ്ടും വീണ്ടും എവിടെ നിന്നാണ് പൊടി വരുന്നത് എന്ന് അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ ഡസ്റ്റ് എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ഒരു സിമ്പിൾ ആയിട്ട് വരുന്നത് നോക്കാം. സിമ്പിൾ ഓഫ് സ്റ്റാഗ്നേഷൻ. ഡസ്റ്റ് റെപ്രസെന്റ്സ് ദ സ്റ്റാഗ്നേഷൻ ആൻഡ് ഡീകേ ഇൻ എവലിൻസ് ലൈഫ്. അവളുടെ ജീവിതം ഇങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഡീകേ ചെയ്തു പോകുന്ന, ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന, ഇങ്ങനെ ശോഷിച്ചു പോകുന്നതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡസ്റ്റ് കാണുന്നത്. The act of dusting the same objects week after week signifies her repetitive and unchanging existence. അവളിങ്ങനെ ഓരോ ആഴ്ചയിലും വീണ്ടും വീണ്ടും പൊടി തട്ടി എടുക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും ആ പൊടി അവിടെ വരുന്നു എന്നതിലൂടെ അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ഒരേ സൈക്കിളിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. മെമ്മറീസ് ആൻഡ് ടൈം. Dust accumulates over time, symbolizing the accumulation of memories and the passage of time. It connects Evelyn to her past and her inability to move forward. ഇനി അവൾ തന്നെ പറയുന്നുണ്ട് പൊടി എത്ര തട്ടിക്കളഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ള കാര്യം. ഈ രീതിയിൽ തന്നെയാണ് ഇവളുടെ ഓർമ്മകളും. അവൾ ഈ പുതിയൊരു ജീവിതത്തെക്കുറിച്ചും പ്രതീക്ഷയെക്കുറിച്ചും ചിന്തിക്കുമ്പോഴൊക്കെയും അവളുടെ ഈ പഴയ ഓർമ്മകളും നൊസ്റ്റാൾജിയും ഒക്കെ അവളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ വീട് വിട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അവൾ എത്ര തന്നെ ഈ പുതിയ പ്രതീക്ഷയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ പൊടി തട്ടിക്കളഞ്ഞാലും അവൾ തന്നെ പറയുന്ന പോലെ വീണ്ടും ആ പൊടി അവളുടെ ഓർമ്മകളായിട്ട് ഇങ്ങനെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നത് നെഗ്ലക്റ്റ് ആൻഡ് ഡീക്കേ ആണ്. ദ ഡസ്റ്റി ക്രെറ്റോൺ ആൻഡ് അതർ ഒബ്ജക്ട്സ് ഇൻഡിക്കേറ്റ് നെഗ്ലക്റ്റ് ആൻഡ് ദ ഗ്രാജുവൽ ഡീക്കേ ഓഫ് ഹർ ഹോം ആൻഡ് ഹെർ സ്പിരിറ്റ്. നമുക്കറിയാം പൊടി പിടിച്ച് കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡീക്കേ ചെയ്തു പോകുന്ന, നശിച്ചു പോകുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ആ രീതിയിൽ അവളുടെ വീട്ടിലെ സാഹചര്യങ്ങളെ കൂടി സിംബലൈസ് ചെയ്യുന്ന കാര്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. എംഫസൈസിങ് ദി ഒപ്രസീവ് എൻവയോൺമെന്റ് ഷീ ലിവ്സ് ഇൻ. അവൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിന്റെ അവസ്ഥയുടെ കൂടി സിമ്പിളായിട്ട് നമുക്ക് ആ ഡസ്റ്റിനെ അവിടെ കാണാൻ കഴിയും. ബർഡൻ ഓഫ് ഡ്യൂട്ടി. ദ കോൺസ്റ്റന്റ് നീഡ് ടു ക്ലീൻ ദ ഡസ്റ്റ് റിഫ്ലെക്ട്സ് എവലിൻസ് സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ദ ബർഡൻ ഷീ ക്യാരീസ്, റീഇൻഫോഴ്സിംഗ് ഹെർ റോൾ ആസ് എ കെയർ ടേക്കർ ഇൻ ദ ഹൗസ് ഹോൾഡ്. കൂടാതെ അവളുടെ ഈ ഡ്യൂട്ടി സെൻസും റെസ്പോൺസിബിലിറ്റി കൂടി അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ നിരന്തരം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളായിട്ട് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഈ എവലിനെ അവതരിപ്പിക്കാനും അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം. നോ, ഇറ്റ് വാസ് ഇമ്പോസിബിൾ. ഹെർ ഹാൻഡ്സ് ക്ലച്ച് ദി അയൺ ഇൻ ഫ്രൻസി. കമന്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എവലിൻസ് റിഫ്യൂസൽ ടു ഗോ വിത്ത് ഫ്രാങ്ക്. ഇനി അവസാനം അവൾക്ക് പോകാൻ കഴിയില്ല, ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്കിന്റെ കൂടെ പോവാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു എൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. പാരാലിസിസ് ആൻഡ് ഫിയർ. എവലിൻസ് റിഫ്യൂസൽ ടു ഗോ വിത്ത് ഫ്രാങ്ക് സിഗ്നിഫൈസ് ഹെർ പാരാലിസിസ് ആൻഡ് ഫിയർ ഓഫ് ദി അൺനോൺ. അതായത് ഈ പുതിയ ഒരു രാജ്യത്തേക്ക്, അറിയാത്തൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അറിയാത്ത സാഹചര്യങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ളൊരു ഭയം അവൾക്കുള്ളതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഡിസ്പൈറ്റ് ഹെർ ഡിസയർ ഫോർ എ ബെറ്റർ ലൈഫ്, ദ കംഫർട്ട് ഓഫ് ദ ഫെമിലിയർ ആൻഡ് ഫിയർ ഓഫ് ചേഞ്ച് ഇമ്മൊബിലൈസ് ഹെർ. അവൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് അവൾക്ക് പരിചിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. അതിന് അവൾ ഭയപ്പെടുന്നുണ്ട് നമ്മളിവിടെ കാണുന്നു. ഇമോഷണൽ കൺഫ്ലിക്റ്റ്. ദിസ് മൊമെന്റ് ഹൈലൈറ്റ്സ് ഒരു ഇന്റൻസ് ഇമോഷണൽ കൺഫ്ലിക്റ്റ്. അവളുടെ ഒരു മാനസിക സംഘർഷം കൂടി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട്. ഹെർ yearning ഫോർ എസ്കേപ്പ് ഈസ് ഓവർവെൽംഡ് ബൈ ഹെർ സെൻസ് ഓഫ് ഡ്യൂട്ടി, ഗിൽട്ട് ആൻഡ് ദ പ്രോമിസ് ഷീ മേഡ് ടു ഹെർ മദർ. അവൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ വീട് നോക്കണമെന്നും അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ചുമുള്ള കുറ്റബോധം കാരണം കൊണ്ട് അവൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ അതിൽ വരുന്നത് സിംബോളിസമാണ്.
Symbol of entrapment. Clutching the iron railing represents her clinging to her current life and her inability to break free from the psychological and emotional chains that bind her. ഇനി അവിടെ അയൺ റെയിലിംഗ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചങ്ങല പോലെ വേലി പോലെ നമുക്ക് പറയാം. അതിൽ അവൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അവളുടെ നിലവിലുള്ള ജീവിതത്തിൽ തന്നെ അവൾ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു കാര്യവും, അങ്ങനെ ആ ഒരു മാനസികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ചങ്ങലയിൽ നിന്ന് അവൾക്ക് മോചിതയാകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സിമ്പിളായിട്ട് കൂടി നമുക്കത് കാണാൻ കഴിയും. ഫെയിലിയർ ടു ആക്ട്. Evelyn's refusal underscores the theme of inaction and the consequences of being unable to make a decisive move, a common motif in Joyce's Dubliners. ഇനി ജെയിംസ് ജോയ്സിന്റെ കഥകളിൽ പൊതുവിൽ വരുന്ന ഒരു തീമാണ് ഈ ഫെയിലിയർ ടു ആക്ട് എന്ന് പറയുന്നത്. ഒരു തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും കഴിയാതിരിക്കുന്നതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് കൂടി നമുക്കിത് കാണാൻ കഴിയും. റിസൈനേഷൻ. Her passive stance at the end, with no sign of love or farewell for Frank, indicates a resignation to her fate, reflecting the oppressive societal and familial forces that dictate her life. ഇനി അവസാനം അവൾ ഫ്രാങ്കിനെ നോക്കുന്ന സമയത്ത് നിർവികാരയാണെന്നാണ് പറയുന്നത്. ഒരു യാത്ര പറയുക പോലും ചെയ്യാതെ നിർവികാരയായിട്ട് അവൾ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവള് തൻ്റെ വിധിക്ക് മുന്നിൽ കീഴടങ്ങി എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഈ ഒരു പ്രഷർ അവളെ തോൽപ്പിച്ച് കളയുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ജെയിംസ് ജോയ്സസ് എവലിൻ ഡെപിക്ട്സ് എ പ്രെഡിക്കമെന്റ് ഓഫ് വിമൻ ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. എലൂസിഡേറ്റ്. ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലുള്ള സ്ത്രീയുടെ അവസ്ഥ എന്നുള്ള രീതിയിൽ ഈ കഥയെ എങ്ങനെ നോക്കിക്കാണാം എന്നാണ് ചോദിക്കുന്നത്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. എവലിൻ ഈസ് ബേർഡൻഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹർ ഫാദർ ആൻഡ് യങ്ങർ സിബ്ലിംഗ്സ്, highlighting the expectation for women to be caretakers in the family. ഒന്ന്, ആ വീട് നോക്കണം, ആ ഫാദറിനെ നോക്കണം, അതുപോലെ തന്നെ അവളുടെ സഹോദരൻ അയാൾ ജോലിയുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും വീട്ടിലില്ല എന്നുണ്ടെങ്കിലും അയാൾ ഉള്ള സമയത്ത് അവൾ തന്നെയാണ് കെയർ ചെയ്തിരുന്നത്. ആ രീതിയിൽ ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി സ്ത്രീകളിൽ വരുന്ന ഒരു കാര്യം നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നുണ്ട്. Her role is that of a surrogate mother responsible for maintaining the household after her mother's death. പ്രത്യേകിച്ചും അവളുടെ അമ്മ മരിച്ചു പോയതിനു ശേഷമാണ് ഈ ഒരു ഉത്തരവാദിത്തം അവളിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അമ്മയുടെ ഉത്തരവാദിത്തം അവൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. അടുത്ത പോയിന്റ് വരുന്നത് പാട്രിയാർക്കൽ കൺട്രോൾ ആണ്. എവലിൻസ് ഫാദർ എക്സേർട്സ് കൺട്രോൾ ഓവർ ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിലെ അവളുടെ ഫാദർ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. He is abusive and restricts her interactions, particularly with Frank, out of distrust and desire to maintain authority. അയാൾ അബ്യൂസീവ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഫ്രാങ്കിനെ കാണരുത് എന്നുള്ള രീതിയിൽ അവളോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിൽ അവൾ ആരെ കാണണം, ആരോട് സംസാരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഫാദർ പറയുന്ന ഒരു പാട്രിയാർക്കൽ കൺട്രോളിന്റെ ഒരു കാര്യം കൂടി നമുക്ക് ഈ കഥയിൽ കാണുന്നുണ്ട്. This control represents the broader societal expectation that women should be subservient to male figures. അതായത് ഈ സ്ത്രീകൾ ഈ അച്ഛൻ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാർ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് ഇവളുടെ ഫാദറിന്റെ പെരുമാറ്റത്തെ നമ്മൾ ഈ കഥയിൽ കാണുന്നത്. പിന്നെയുള്ളത് എക്കണോമിക് ഡിപ്പെൻഡൻസ് ആണ്. എവലിൻസ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഈസ് പ്രിക്കേരിയസ്. അവൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. her father withholds money and she has to work at the stores to support the household. അവളുടെ ഫാദർ ആണെങ്കിൽ കൃത്യമായിട്ട് വീട്ടിലേക്ക് ചെലവിനുള്ള പണം കൊടുക്കുന്നില്ല. അവളൊരു സ്റ്റോറിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. This economic dependence on male figures further entrenches her subjugation. അപ്പോൾ ഈ ഫാദറിൽ നിന്ന് അവൾക്ക് പണം ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അവൾ എടുക്കുന്ന ജോലി കൊണ്ട് അവൾക്ക് ഈ വീട് നോക്കാനുള്ള പണം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. എവലിൻസ് ലൈഫ് ഈസ് മാർക്ക്ഡ് ബൈ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഫ്രീഡം. ഇനി ജീവിതത്തിൽ അവൾക്ക് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. Her job at the stores is monotonous and offers little advancement, reflecting the limited career prospects for women in her society. ഇനി അവൾക്ക് സ്റ്റോറിലുള്ള ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അവൾക്ക് ലഭിക്കുന്നത്. അതല്ലാതെ ജീവിതത്തിൽ അവൾക്ക് മറ്റ് വിദ്യാഭ്യാസമോ മറ്റ് അവസരങ്ങളോ ഒന്നും ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ രീതിയിലുള്ള സ്ത്രീകളുടെ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു സമൂഹത്തിലെ അവസ്ഥ കൂടി നമ്മൾ ഈ കഥയിൽ കാണുന്നുണ്ട്. പിന്നെ വരുന്ന പോയിന്റ്സ് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. എവലിൻ ഈസ് ഇമോഷണലി മാനിപ്പുലേറ്റഡ് ബൈ ദ പ്രോമിസ് ഷീ മെയ്ഡ് ടു ഹെർ മദർ ടു കീപ് ദ ഫാമിലി ടുഗദർ. അവളുടെ മരിച്ചുപോയ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്ക് അവളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വീട് നോക്കാം എന്നുള്ളൊരു വാക്കാണ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
This promise, influenced by the societal expectation of female self-sacrifice, binds her to a life of duty and obligation. അപ്പോൾ നമുക്കറിയാം അവളുടെ അമ്മ മരിക്കുന്ന സമയത്ത് ഇവളുടെ സഹോദരന്റെ അടുത്തല്ല വീട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ഇവളോടാണ് വീട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളാണ് വീട് നോക്കേണ്ടത് എന്നുള്ള ഒരു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ കാരണം കൊണ്ടാണ് അവളുടെ അമ്മ അങ്ങനെ പറയുകയും അവളും ആ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത്. ആ രീതിയിൽ കൂടി പാട്രിയാർക്കിയുടെ ഒരു തീം നമുക്ക് ഈ കഥക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയുള്ളത് ഫിയർ ഓഫ് സോഷ്യൽ ജഡ്ജ്മെന്റ് ആണ്. എവലിൻ ഈസ് അക്യൂട്ട്ലി അവെയർ ഓഫ് ദ സോഷ്യൽ റിപ്പർക്കഷൻസ് ഓഫ് ഹർ ആക്ഷൻസ്. ഇനി അവൾ ചെയ്യുന്ന പ്രവൃത്തി ആളുകൾ എങ്ങനെ നോക്കി കാണും എന്നുള്ളതിനെ കുറിച്ച് കൂടി അവൾ ചിന്തിക്കുന്നുണ്ട്. This fear of being judged or labeled negatively by society, if she elopes with Frank, illustrates the pressure on women to conform to social norms. അവൾ ഫ്രാങ്കിന്റെ കൂടെ പോവുകയാണെങ്കിൽ ആളുകൾ അവളെ നെഗറ്റീവായിട്ട് കാണും എന്നുള്ളതും ആളുകൾ അവളെ മോശക്കാരിയായിട്ടും കളിയാക്കിക്കൊണ്ട് സംസാരിക്കും എന്നുള്ള കാര്യവും അവൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി സമൂഹത്തിന്റെ പ്രഷർ എങ്ങനെയാണ് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ഈ കഥയിൽ കാണുന്നുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് Evelyn's refusal to obey Frank's command could be a liberating moment for her? Why? ഇനി ഫ്രാങ്ക് അവളെ വിളിക്കുന്ന സമയത്ത് അവൾ ഫ്രാങ്കിന്റെ കൂടെ ചെല്ലുന്നില്ല. ആ ഒരു തീരുമാനം അവൾക്കൊരു ലിബറേറ്റിംഗ് മൊമെന്റ് ആയിട്ട് വരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് അവൾക്കൊരു വിമോചനമായിട്ട് അത് ഭവിക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആക്ട് ഓഫ് ഡെഫിയൻസ്. എവലിൻസ് റിഫ്യൂസൽ ടു ലീവ് വിത്ത് ഫ്രാങ്ക് ക്യാൻ ബി സീൻ ആസ് എൻ ആക്ട് ഓഫ് ഡെഫിയൻസ് എഗെയിൻസ്റ്റ് ഹിസ് കമാൻഡ്. അതായത് ഒരാള് പറയുന്നത് അനുസരിക്കുകയല്ല അവൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അത് നോക്കി കാണാൻ വേണ്ടി സാധിക്കും. ഇൻ എ മൊമെന്റ് വേർ ഷീ ഈസ് എക്സ്പെക്ടഡ് ടു ഫോളോ എ മാൻ, ഷീ ചോസസ് ടു അസേർട്ട് ഹെർ ഓൺ ഡിസിഷൻ വിച്ച് കുഡ് ബി വ്യൂഡ് ആസ് എ ഫോം ഓഫ് ലിബറേഷൻ. അതായത് ഒരു പുരുഷൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ള കാര്യമാണ് അവളിൽ നിന്ന് അപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് അവൾ അത് ചെയ്യാതെ അവളുടേതായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് ഒരു ലിബറേഷൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അസേർഷൻ ഓഫ് കൺട്രോൾ. By deciding not to go, Evelyn exercises control over her own life. അങ്ങനെ പോകണ്ട എന്ന് തീരുമാനിക്കുന്നതിലൂടെ സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ അവൾ ഏറ്റെടുക്കുകയാണ്. This decision, although influenced by fear and obligation, represents a rare moment where she makes a choice based on her own feelings and reflections rather than following others. അവൾക്ക് ഈ ഒരു ഭയവും കുറ്റബോധവും ഒക്കെ ഉള്ളത് കാരണം കൊണ്ടാണ് അവൾ ഈ തീരുമാനം എടുക്കുന്നതെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അനുസരിക്കാതെ അവളുടേതായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ബ്രേക്ക് ഫ്രം റൊമാൻറ്റിക് ഐഡിയലൈസേഷൻ ആണ്. എവലിൻസ് refusal to elope with Frank can be interpreted as a rejection of the romantic idealization of escape as the only solution. ഇനി മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിലുള്ള കുടുംബത്തിലുള്ള വീടുകളിലുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് വേറൊരാളുടെ കൂടെ ഓടിപ്പോവുക എന്ന് പറയുന്നതാണ് ഒരേ ഒരു സൊല്യൂഷൻ എന്നുള്ളത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് അവൾ പോകാതിരിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. It suggests that she recognizes the complexity and the potential risks involved in living with someone she may not fully trust or know. പിന്നെ നമുക്കറിയാം ഫ്രാങ്ക് എന്ന് പറയുന്ന ആൾ ഒരു നാവികനാണ്, പല നാടുകളിൽ പോകുന്ന ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള കാര്യവും അതുകൂടാതെ തന്നെ ഈ പുതിയ സ്ഥലത്ത് അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ന്യായമായും അവൾക്ക് സംശയിക്കാവുന്നതാണ്. ആ രീതിയിൽ ഒരാളുടെ കൂടെ ഓടിപ്പോവുക എന്നത് മാത്രമല്ല ജീവിതത്തിലുള്ള ഒരു പരിഹാര മാർഗം, അവൾക്ക് തന്നെ അവളുടെ ജീവിതത്തിലൂടെ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള രീതിയിലും ആ ഒരു തീരുമാനത്തെ നമ്മൾ കാണാവുന്നതാണ്. പിന്നെയുള്ളത് അവോയ്ഡൻസ് ഓഫ് പൊട്ടൻഷ്യൽ സബ്ജുഗേഷൻ ആണ്. ഗോയിങ് വിത്ത് ഫ്രാങ്ക് വുഡ് ഹാവ് റിസൾട്ടഡ് ഇൻ അനദർ ഫോം ഓഫ് സബ്ജുഗേഷൻ. അവളുടെ ഫാദറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ ഫ്രാങ്കിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൾക്ക് അറിയാത്തൊരു സ്ഥലത്ത് അയാളുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരുപക്ഷെ അവൾ വരുമായിരുന്നു. While her current life is oppressive, there is no guarantee that her life with Frank would be liberating. അവളുടെ നിലവിലുള്ള ജീവിതം മോശമാണെന്നുണ്ടെങ്കിലും ഫ്രാങ്കിന്റെ കൂടെ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാകും എന്നുള്ളതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ സാധിക്കില്ല. By staying, she avoids the potential for further male domination in an unknown environment. അപ്പോൾ അവൾക്ക് പരിചിതമായിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റിൽ നിൽക്കുക എന്നതിലൂടെ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ മറ്റൊരു പുരുഷന്റെ ഡോമിനൻസ് അനുഭവിക്കുന്ന സാഹചര്യം അവൾ ഒഴിവാക്കുകയാണ് എന്നും നമുക്ക് പറയാൻ കഴിയും. അടുത്ത പോയിന്റ് നമുക്ക് കാണാവുന്നത് പ്രിസർവേഷൻ ഓഫ് ഐഡന്റിറ്റി ആണ്. എവലിൻസ് ഡിസിഷൻ ടു സ്റ്റേ ക്യാൻ ബി സീൻ ആസ് എ വേ ടു പ്രിസർവ് ഹെർ ഐഡന്റിറ്റി ആൻഡ് ഹെർ കണക്ഷൻ ടു ഹെർ പാസ്റ്റ്. ഇനി നമ്മൾക്കറിയാം അവളൊരു നൊസ്റ്റാൾജിക് ആയിട്ടൊരു ക്യാരക്ടറാണ്. അവളുടെ ചുറ്റുപാട്, വീട്, ഓർമ്മകൾ എന്നതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ അവളുടെ ഐഡന്റിറ്റി പ്രിസർവ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ആയിട്ട് നമുക്കത് കാണാവുന്നതാണ്.
Leaving would mean abandoning everything she knows, including her responsibilities and memories, which are integral parts of who she is. അവിടുന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി ഉപേക്ഷിക്കാൻ അവൾ തയ്യാറല്ല എന്നുള്ള ഒരു കാര്യമായിട്ട് കൂടി അവളുടെ തീരുമാനത്തെ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.